എല്ലാവർക്കും നമസ്കാരം. ജഗത് ജ്യോതിയും മലയാളികൾക്ക് ഗുരുവുമാണ് ഭാഷാപിതാവും കവികളിൽ ശ്രേഷ്ഠനുമായ എഴുത്തച്ഛൻ. തന്റെ ഏകമകൾക്ക് ജ്ഞാനവും മോക്ഷവും ഉണ്ടാകുവാൻ നിർമ്മിച്ചതെന്ന് കരുതുന്ന പരിണാമ കീർത്തനം ഇവിടെ തുടങ്ങുന്നു. ഭക്തകവി എന്നു പേരുള്ള ബഹുമാനപ്പെട്ട എഴുത്തച്ഛന്റെ എല്ലാ കൃതികളും ജീവസുറ്റതും മോക്ഷദായകവുമാണ്. രാമായണവും ഈ ഹരിനാമ കീർത്തനവും ഉണ്ടെങ്കിൽ മലയാളിക്ക് വേറെ എന്തു വേണം എന്ന ചിന്ത വന്നാലും അവരെ കുറ്റം പറയാൻ കഴിയില്ല. താനായി തന്മയമായി ബോധമായി നിലകൊള്ളുന്ന ദിവ്യമായ ഓം സ്മരിച്ചുകൊണ്ടാണ് കീർത്തനം ആരംഭിക്കുന്നത്. ഓംകാരമായ പൊരുൾ മൂന്നായി പിരിഞ്ഞുടനെ ആങ്കാരമായതിനു നീ തന്നെ സാക്ഷിയിതു ബോധം വരുത്തുവതിനാളായി നിന്ന പരമാചാര്യ രൂപഹരി നാരായണായ നമഃ. ഒന്നായ ആത്മാവ് നെറ്റിയിൽ പ്രകാശമായും ശിവനായും, പിന്നുള്ള ഒരു ഭാഗം സൂര്യമയമായ വിഷ്ണുവായും, വലത്തെ മൂക്ക് തുടങ്ങി ഇടം കാലുവരെ പ്രവഹിക്കുന്ന പിങ്കള നാഡിയായും, മറ്റൊരു ഭാഗം ഇടത്തെ മൂക്കിൽ നിന്നും തുടങ്ങി വലത്തെ തള്ളവിരൽ വരെ പ്രവഹിക്കുന്ന ഇടാനാഡിയായും ബ്രഹ്മദേവനായും ഇരിക്കുന്നു. ഈ മൂന്ന് ശക്തിയും മൂന്ന് ഗുണങ്ങളാണെന്നും ഇത് ഒന്നിൽ നിന്നും ഉണ്ടായ ആത്മചൈതന്യം ആണെന്നും പിതാവായ എഴുത്തച്ഛൻ പറയുന്നു. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ അകാരം ബ്രഹ്മാവും, ഉകാരം വിഷ്ണുവും, മകാരം ശിവനുമാകുന്നു. ഈശ്വരൻ സ്വയം ചരിച്ചപ്പോൾ മനസ്സ് ഉണ്ടായി എന്നും അതിൽ നിന്നും മായ ഉണ്ടായി എന്നും ആ മായയിൽ നിന്നും മൂന്നു പേരായ മൂർത്തികൾ ഉണ്ടായി എന്നും പറയുന്നു. ശരീരമറിഞ്ഞാൽ ഈശ്വരനെ അറിയാമെന്ന് വേദം പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. നാരം അയനം യസ്യ നാരായണ എന്ന് പറയുന്നു. അതായത് ഈ ശരീരത്തിൽ അയനം ചെയ്യുന്നത് സാക്ഷാൽ ഈശ്വരന്റെ ആത്മാവ് തന്നെയാകുന്നു. അങ്ങനെ മനസ്സായ ഗുരു ഉണ്ടായി എന്നും ആ മനസ്സായ സാക്ഷാൽ വിഷ്ണു ഭഗവാന് നമസ്കാരം എന്നും പറഞ്ഞും കൊണ്ടാണ് കീർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. ഇതിന്റെ ബാക്കി ഭാഗങ്ങളും സമ്പൂർണമാക്കുവാൻ ഭഗവാൻ വിഷ്ണു തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി ശാന്തി ശാന്തി.